ഗായത്രി ഉപനിഷത്ത്. വേദമന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനമെന്ന് വിശേഷിപ്പിക്കുന്ന ഗായത്രി മന്ത്രത്തിൻ്റെ 3 പാദങ്ങളുടെ അർത്ഥം ഈ ഉപനിഷത്ത് വെളിപ്പെടുത്തുന്നു. 1-ാം ഖണ്ഡിക. ഒരു നാൾ ഏകാദശാക്ഷനായ മൗദ്ഗല്യന്റെ അരികിൽ ഗ്ലാവ മൈത്രേയൻ എത്തിച്ചേർന്നു. മൗദ്ഗല്യന്റെ ബ്രഹ്മചാരിയെ കണ്ട് പരിഹാസപൂർവം ഗ്ലാവൻ പറഞ്ഞു, ഹേ മൗദ്ഗല്യ, അങ്ങയുടെ ഈ ബ്രഹ്മചാരിയെ അങ്ങ് എന്താണ് പഠിപ്പിക്കുന്നത്? മൗദ്ഗല്യന്റെ ബ്രഹ്മചാരി ഗ്ലാവന്റെ വാക്കുകൾ കേട്ട് തൻ്റെ ആചാര്യന്റെ അരികിലെത്തി ഇപ്രകാരം പറഞ്ഞു, ഇന്ന് അങ്ങയുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നയാൾ അങ്ങ് അപണ്ഡിതനാണെന്ന് പറഞ്ഞിരിക്കുന്നു. മൗദ്ഗല്യൻ ചോദിച്ചു, ഹേ സൗമ്യ, അയാൾ വിദ്വാനാണോ? ശിഷ്യൻ പറഞ്ഞു, അതെ, ത്രിവേദങ്ങളുടെയും പ്രവചനകർത്താവാണ് അദ്ദേഹം. ഹേ സൗമ്യ, വിദ്വാനും വിപഷ്ടനും വിജിഗീഷുവുമായ അദ്ദേഹത്തിൻ്റെ ശിഷ്യനെ നീ എൻ്റെ സമീപം കൊണ്ടുവരൂ. ഇത് കേട്ട് അയാൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിധം പറഞ്ഞു, അദ്ദേഹമാണ് ഇദ്ദേഹം. മൗദ്ഗല്യൻ ചോദിച്ചു, ഹേ സൗമ്യ, നിന്റെ ആചാര്യൻ എന്താണ് പഠിപ്പിക്കുന്നത്? അദ്ദേഹം 3 വേദങ്ങളെയും കുറിച്ച് പ്രവചനം നടത്തുന്നു. അവൻ ഉത്തരമേകി, അല്ലയോ സൗമ്യ, ആചാര്യൻ സാവിത്രിയെക്കുറിച്ചാണ് തൻ്റെ ബ്രഹ്മചാരിക്ക് ഉപദേശം നൽകുന്നത്. അതായത് ഗായത്രിയുടെ ശബ്ദാർത്ഥം, സ്ഥൂലാർത്ഥം എന്നിവയെക്കുറിച്ചാണ് എന്ന കാര്യം അറിയുമെങ്കിൽ പറഞ്ഞു തരൂ. അപ്പോൾ നീ ഉത്തരമേകണം, അങ്ങ് ഞങ്ങളുടെ ഗുരുവായ മൗദ്ഗല്യനെ അപണ്ഡിതൻ എന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ അങ്ങേക്ക് കഴിഞ്ഞില്ലെങ്കിൽ 1 സംവത്സരത്തിനുള്ളിൽ ചില യാതനകൾ സംഭവിക്കും. ഹേ സൗമ്യ, ഞങ്ങളും വേദാധ്യയനം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നിന്റെ ആചാര്യൻ എന്നെ അപണ്ഡിതൻ എന്ന് വിളിക്കുന്നത്? ശിഷ്ടന്മാർ ശിഷ്ടന്മാരെക്കുറിച്ച് ഈ വിധം പറയുന്നത് ഉചിതമാണോ? ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ സാധ്യമല്ലെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുമില്ലായിരിക്കും. ആ വേള മൗദ്ഗല്യൻ തൻ്റെ ബ്രഹ്മചാരിയോട് പറഞ്ഞു, ഹേ സൗമ്യ, നീ ഗ്ലാവ മൈത്രേയൻ്റെ അടുക്കലെത്തി 12 മിഥുനങ്ങളോടും 24 യോനികളോടും കൂടിയതും ഭൃഗു, അങ്കിരസ് എന്നിങ്ങനെ ചക്ഷുസ്സുകളോട് കൂടിയതും സർവ ആശ്രയഭൂതമായിരിക്കുന്നതുമായ ആ സാവിത്രി ഗായത്രി ഞങ്ങൾക്ക് ഉപദേശിച്ചു തരണമെന്ന് പറയൂ. 2-ാം ഖണ്ഡിക. മൗദ്ഗല്യന്റെ ശിഷ്യൻ ഗ്ലാവ മൈത്രേയന്റെ അരികിലെത്തി. ശേഷം അദ്ദേഹത്തോട് ചോദിച്ചുവെങ്കിലും ഗ്ലാവ മൈത്രേയന് ഉത്തരമേകുവാൻ സാധിച്ചില്ല. ശിഷ്യൻ പറഞ്ഞു, അങ്ങ് മൗദ്ഗല്യനെ അപണ്ഡിതൻ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അങ്ങയോട് ചോദിച്ച ചോദ്യത്തിന് ശിഷ്യന് മറുപടിയേകാൻ അങ്ങേക്കായില്ല. അതിനാൽ 1 സംവത്സരത്തിനുള്ളിൽ അങ്ങേക്ക് യാതനകൾ സംഭവിക്കും. ആ വേള മൈത്രേയൻ ശിഷ്യന്മാരോടായി പറഞ്ഞു, നിങ്ങളുടെ ഇച്ഛാനുസരണം ഇനി നിങ്ങൾ അവരവരുടെ വീടുകളിൽ മടങ്ങിപ്പോവുക. മൗദ്ഗല്യനെ അപണ്ഡിതൻ എന്ന് പറഞ്ഞ എനിക്ക് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹത്തിനരികിലെത്തി അദ്ദേഹത്തെ ശാന്തനാക്കുവാൻ പോവുകയാണ്. പിറ്റേ ദിവസം പ്രഭാതത്തിൽ സമിത്പാണിയായി മൈത്രേയൻ മൗദ്ഗല്യന്റെ അരികിലെത്തി ഇപ്രകാരം പറഞ്ഞു, മൈത്രേയനായ ഞാൻ അങ്ങയെ ശുശ്രൂഷിക്കുവാനായി വന്നിരിക്കുകയാണ്. മൗദ്ഗല്യൻ ചോദിച്ചു, എന്തിനു വേണ്ടി? മൈത്രേയൻ പറഞ്ഞു, ഞാൻ അങ്ങയെ അപണ്ഡിതൻ എന്ന് വിളിച്ചു. അങ്ങയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയേകുവാൻ എനിക്കായില്ല. ഇപ്പോൾ അങ്ങയെ ശുശ്രൂഷിച്ച് സമാധാനപ്പെടുത്തുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മൗദ്ഗല്യൻ പറഞ്ഞു, അങ്ങിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നത് ശരി തന്നെ. എന്നാൽ ആളുകൾ പറയുന്നത് അങ്ങ് ശുദ്ധഭാവനയോട് കൂടിയല്ല എത്തിയിരിക്കുന്നതെന്നാണ്. എന്നാലും ഞാൻ അങ്ങേക്ക് മംഗളകാരിയായ ഭാവം നൽകുന്നു. അതുമായി മടങ്ങിപ്പോയാലും. മൈത്രേയൻ പറഞ്ഞു, അഭയപ്രദവും സത്യവുമാണ് അങ്ങ് പറയുന്നത്. സമിത്പാണിയായി അങ്ങയെ ശുശ്രൂഷിക്കുവാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ശേഷം അദ്ദേഹം യഥാവിധി മൈത്രേയന്റെ സേവനത്തിൽ ഉപസ്ഥിതനായി. എന്നിട്ട് ചോദിച്ചു, സവിതാവിൻ്റെ വരേണ്യമെന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ആ ദേവന്റെ മാർഗം എന്താണ്? അങ്ങേക്കറിയുമെങ്കിൽ
ധീയുടെ തത്വങ്ങളെക്കുറിച്ച് വിശദീകരിച്ചാലും ആ തത്വങ്ങളിലൂടെയാണ് സർവരെയും പ്രേരിപ്പിച്ചുകൊണ്ട് സവിതാവ് സഞ്ചരിക്കുന്നത്. അദ്ദേഹം മറുപടിയേകി, വേദങ്ങൾ, ഛന്ദസ്സുകൾ എന്നിവയാണ് സവിതാവിൻ്റെ വരേണ്യം. അന്നത്തെ തന്നെയാണ് ജ്ഞാനികൾ ദേവന്റെ ഭർഗമെന്ന് പറയുന്നത്. കർമ്മം തന്നെയാകുന്നു ധീതത്വം. അതിലൂടെയാണ് സവിതാവ് സർവരെയും പ്രേരിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നത്. ഇത് കേട്ട മൈത്രേയൻ ചോദിച്ചു, സവിതാവ് എന്താണ്? ഗായത്രി എന്താണ്? മൂന്നാം ഖണ്ഡിക. സവിതാവ് മനസ്സും സാവിത്രി വാക്കുമാകുന്നു. എവിടെ മനസ്സുണ്ടോ അവിടെ വാക്കുമുണ്ട്. എവിടെ വാക്കുണ്ടോ അവിടെ മനസ്സുമുണ്ട്. ഇവ രണ്ടും രണ്ട് യോനിയും ഏക മിഥുനവുമാകുന്നു. സവിതാവ് അഗ്നിയും സാവിത്രി പൃഥ്വിയുമാകുന്നു. എവിടെ അഗ്നിയുണ്ടോ അവിടെ പൃഥ്വിയുണ്ട്. എവിടെ പൃഥ്വിയുണ്ടോ അവിടെ അഗ്നിയുമുണ്ട്. ഇവ രണ്ടും രണ്ട് യോനിയും ഏകമിഥുനവുമാകുന്നു. സവിതാവ് വായുവും സാവിത്രി അന്തരീക്ഷവുമാകുന്നു. എവിടെ വായുവുണ്ടോ അവിടെ അന്തരീക്ഷവുമുണ്ട്. എവിടെ അന്തരീക്ഷമുണ്ടോ അവിടെ വായുവുമുണ്ട്. ഇവ രണ്ടും രണ്ട് യോനിയും ഏകമിഥുനവുമാകുന്നു. സവിതാവ് ആദിത്യനും സാവിത്രി ദ്യോവുമാകുന്നു. എവിടെ ആദിത്യനുണ്ടോ അവിടെ ദ്യോവുമുണ്ട്. എവിടെ ദ്യോവുണ്ടോ അവിടെ ആദിത്യനുമുണ്ട്. ഇവ രണ്ടും രണ്ട് യോനിയും ഏകമിഥുനവുമാകുന്നു. സവിതാവ് ചന്ദ്രനും സാവിത്രി നക്ഷത്രങ്ങളുമാകുന്നു. എവിടെ ചന്ദ്രനുണ്ടോ അവിടെ നക്ഷത്രങ്ങളുണ്ട്. എവിടെ നക്ഷത്രങ്ങളുണ്ടോ അവിടെ ചന്ദ്രനുമുണ്ട്. ഇവ രണ്ടും രണ്ട് യോനിയും ഏകമിഥുനവുമാകുന്നു. സവിതാവ് രാത്രിയും സാവിത്രി പകലുമാകുന്നു. എവിടെ രാത്രിയുണ്ടോ അവിടെ പകലുമുണ്ട്. എവിടെ പകലുണ്ടോ അവിടെ രാത്രിയുമുണ്ട്. ഇവ രണ്ടും രണ്ട് യോനിയും ഏകമിഥുനവുമാകുന്നു. സവിതാവ് ഉഷ്ണവും സാവിത്രി ശീതവുമാകുന്നു. എവിടെ ഉഷ്ണമുണ്ടോ അവിടെ ശീതവുമുണ്ട്. എവിടെ ശീതമുണ്ടോ അവിടെ ഉഷ്ണവുമുണ്ട്. ഇവ രണ്ടും രണ്ട് യോനിയും ഏകമിഥുനവുമാകുന്നു. സവിതാവ് മേഘവും സാവിത്രി മഴയുമാകുന്നു. എവിടെ മേഘമുണ്ടോ അവിടെ മഴയുമുണ്ട്. എവിടെ മഴയുണ്ടോ അവിടെ മേഘവുമുണ്ട്. ഇവ രണ്ടും രണ്ട് യോനിയും ഏകമിഥുനവുമാകുന്നു. സവിതാവ് മിന്നലും സാവിത്രി ഇടിയുമാകുന്നു. എവിടെ മിന്നലുണ്ടോ അവിടെ ഇടിയുമുണ്ട്. എവിടെ ഇടിയുണ്ടോ അവിടെ മിന്നലുമുണ്ട്. ഇവ രണ്ടും രണ്ട് യോനിയും ഏകമിഥുനവുമാകുന്നു. സവിതാവ് പ്രാണനും സാവിത്രി അന്നവുമാകുന്നു. എവിടെ പ്രാണനുണ്ടോ അവിടെ അന്നവുമുണ്ട്. എവിടെ അന്നമുണ്ടോ അവിടെ പ്രാണനുമുണ്ട്. ഇവ രണ്ടും രണ്ട് യോനിയും ഏകമിഥുനവുമാകുന്നു. സവിതാവ് വേദവും സാവിത്രി ഛന്ദസ്സുമാകുന്നു. എവിടെ വേദമുണ്ടോ അവിടെ ഛന്ദസ്സുമുണ്ട്. എവിടെ ഛന്ദസ്സുണ്ടോ അവിടെ വേദവുമുണ്ട്. ഇവ രണ്ടും രണ്ട് യോനിയും ഏകമിഥുനവുമാകുന്നു. സവിതാവ് യജ്ഞവും സാവിത്രി ദക്ഷിണയുമാകുന്നു. എവിടെ യജ്ഞമുണ്ടോ അവിടെ ദക്ഷിണയുമുണ്ട്. എവിടെ ദക്ഷിണയുണ്ടോ അവിടെ യജ്ഞവുമുണ്ട്. ഇവ രണ്ടും രണ്ട് യോനിയും ഏകമിഥുനവുമാകുന്നു. ജ്ഞാനിയും പരോപകാരിയുമായ ഹേ ശ്രേഷ്ഠ, അങ്ങയെ ശുശ്രൂഷിക്കുവാനാണ് ഈ ബ്രഹ്മചാരി എത്തിയിരിക്കുന്നത്. അങ്ങയുടെ അരികിലെത്തി ഈ ബ്രഹ്മചാരി ജ്ഞാനസമ്പന്നനായിരിക്കുന്നു. ശേഷം മൈത്രേയൻ അവിടെ നിന്നും യാത്രയായി. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞാനിത് മനസ്സിലാക്കി കഴിഞ്ഞു. ഈ യോനികളിലും മിഥുനങ്ങളിലും വന്നിട്ടുള്ള എൻ്റെ ഒരു ബ്രഹ്മചാരിയും അല്പായുസായിട്ടുള്ളവർ ആയിരിക്കില്ല. നാലാം ഖണ്ഡിക. ബ്രഹ്മം ശ്രീപ്രതിഷ്ഠയെയും ആയതനത്തെയും ദർശിച്ചു. അത് തപസ്സനുഷ്ഠിക്കട്ടെ. തപോവ്രതത്തെ ധരിച്ചാൽ സത്യത്തിൽ പ്രതിഷ്ഠയുണ്ട്. ആ സവിതാവ് സാവിത്രിയാൽ ബ്രാഹ്മണനെ സൃഷ്ടിക്കുകയും ശേഷം സാവിത്രിയെ അതിനാൽ ആവരണം ചെയ്യുകയും ചെയ്തു. പൃഥ്വിയോട് ഋക്കിനെ യോജിപ്പിച്ച് ഋക്കിനോട് അഗ്നിയെയും
അഗ്നിയോട് ശ്രീയെയും, ശ്രീയോട് സ്ത്രീയെയും, സ്ത്രീയോട് മിഥുനത്തെയും, മിഥുനത്തോട് പ്രജയെയും, പ്രജയോട് കർമ്മത്തെയും, കർമ്മത്തോട് തപസ്സിനെയും, തപസ്സിനോട് സത്യത്തെയും, സത്യത്തോട് ബ്രഹ്മാവിനെയും, ബ്രഹ്മാവിനോട് ബ്രാഹ്മണനെയും, ബ്രാഹ്മണനോട് വ്രതത്തെയും ചേർക്കണം. വ്രതത്താൽ തന്നെയാണ് ബ്രാഹ്മണൻ തീക്ഷ്ണനാകുന്നതും പൂർണ്ണനാകുന്നതും അവിഛിന്നനാകുന്നതും. ഈ വിധം ഇതിനെ അറിയുകയും അറിഞ്ഞ ശേഷം ഇതിനെ ഈ വിധം വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന വിദ്വാനും അവൻ്റെ കുലവും അവൻ്റെ ജീവനും അവിഛിന്നമായി തീരുന്നു. 5-ാം ഖണ്ഡിക. സാവിത്രിയുടെ ദ്വിതീയ പാദമാണ് ഭർഗോ ദേവസ്യ ധീമഹി. അന്തരീക്ഷത്തോട് യജസ്സിനെ യോജിപ്പിച്ച് യജുർവേദത്തോട് വായുവിനെയും, വായുവിനോട് അഭ്രത്തെയും, അഭ്രത്തോട് മഴയെയും, മഴയോട് ഓഷധി വനസ്പതികളെയും, ഓഷധി വനസ്പതികളോട് മൃഗങ്ങളെയും, മൃഗങ്ങളോട് കർമ്മത്തെയും, കർമ്മത്തോട് തപസ്സിനെയും, തപസ്സിനോട് സത്യത്തെയും, സത്യത്തോട് ബ്രഹ്മത്തെയും, ബ്രഹ്മത്തോട് ബ്രാഹ്മണനെയും, ബ്രാഹ്മണനോട് വ്രതത്തെയും യോജിപ്പിക്കണം. അങ്ങനെ വ്രതത്താൽ ബ്രാഹ്മണൻ തീക്ഷ്ണനും അവിഛിന്നനുമായി തീരുന്നു. ഈ വിധം മനസ്സിലാക്കി സാവിത്രിയുടെ 2-ാം പാദത്തെ വ്യാഖ്യാനിക്കുന്ന ജ്ഞാനിമാരുടെ കുലവും ജീവിതവും അവിഛിന്നനായി മാറുന്നു. 6-ാം ഖണ്ഡിക. സാവിത്രിയുടെ തൃതീയ പാദമാണ് ധിയോ യോ നഃ പ്രചോദയാത്. ദ്യുലോകത്തോട് സാമത്തെ യോജിപ്പിച്ച് സാമത്തോട് സൂര്യനെയും, സൂര്യനോട് രശ്മികളെയും, രശ്മികളോട് മഴയെയും, മഴയോട് ഓഷധി വനസ്പതികളെയും, ഓഷധി വനസ്പതികളോട് മൃഗങ്ങളെയും, മൃഗങ്ങളോട് കർമ്മത്തെയും, കർമ്മത്തോട് തപസ്സിനെയും, തപസ്സിനോട് സത്യത്തെയും, സത്യത്തോട് ബ്രഹ്മത്തെയും, ബ്രഹ്മത്തോട് ബ്രാഹ്മണനെയും, ബ്രാഹ്മണനോട് വ്രതത്തെയും യോജിപ്പിക്കണം. അങ്ങനെ വ്രതത്താൽ ബ്രാഹ്മണൻ തീക്ഷ്ണനും അവിഛിന്നനുമായി തീരുന്നു. ഈ വിധം മനസ്സിലാക്കി സാവിത്രിയുടെ 3-ാം പാദത്തെ വ്യാഖ്യാനിക്കുന്ന ജ്ഞാനിമാരുടെ കുലവും ജീവിതവും അവിഛിന്നനായി മാറുന്നു. 7-ാം ഖണ്ഡിക. ബ്രഹ്മത്താൽ ആകാശം അഭിപന്നവും ഗ്രസിതവും പരാമൃഷ്ടവുമാണ്. ആകാശത്താൽ വായു അഭിപന്നവും ഗ്രസിതവും പരാമൃഷ്ടവുമാണ്. വായുവിനാൽ ജ്യോതിസ് അഭിപന്നവും ഗ്രസിതവും പരാമൃഷ്ടവുമാണ്. ജ്യോതിസിനാൽ ജലം അഭിപന്നവും ഗ്രസിതവും പരാമൃഷ്ടവുമാണ്. ജലത്തിനാൽ ഭൂമി അഭിപന്നവും ഗ്രസിതവും പരാമൃഷ്ടവുമാണ്. ഭൂമിയാൽ അന്നം അഭിപന്നവും ഗ്രസിതവും പരാമൃഷ്ടവുമാണ്. അന്നത്തിനാൽ പ്രാണൻ അഭിപന്നവും ഗ്രസിതവും പരാമൃഷ്ടവുമാണ്. പ്രാണനാൽ മനസ്സ് അഭിപന്നവും ഗ്രസിതവും പരാമൃഷ്ടവുമാണ്. മനസ്സിനാൽ വാക്ക് അഭിപന്നവും ഗ്രസിതവും പരാമൃഷ്ടവുമാണ്. വാക്കിനാൽ വേദം അഭിപന്നവും ഗ്രസിതവും പരാമൃഷ്ടവുമാണ്. വേദങ്ങളാൽ യജ്ഞം അഭിപന്നവും ഗ്രസിതവും പരാമൃഷ്ടവുമാണ്. ഈ വിധമുള്ള ജ്ഞാനം ആർജിച്ചവരിൽ ഈ 12 മഹാഭൂതങ്ങളും പ്രതിഷ്ഠിതമായിരിക്കുന്നു. ഇവയിൽ ഏറ്റവും ശ്രേഷ്ഠം യജ്ഞമാകുന്നു. ഈ വിധം യജ്ഞത്തെക്കുറിച്ച് ഞങ്ങൾ അറിവുള്ളവരാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർ ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. ഈ യജ്ഞം വേദത്തിലും, വേദം വചസ്സിലും, വചസ്സ് മനസ്സിലും, മനസ്സ് പ്രാണനിലും, പ്രാണൻ അന്നത്തിലും, അന്നം പൃഥ്വിയിലും, പൃഥ്വി ജലത്തിലും, ജലം അഗ്നിയിലും, അഗ്നി വായുവിലും, വായു ആകാശത്തിലും, ആകാശം ബ്രഹ്മത്തിലും, ബ്രഹ്മം ബ്രഹ്മജ്ഞനായ ബ്രാഹ്മണനിലും പ്രതിഷ്ഠിതമായിരിക്കുന്നു. ഈ വിധമറിയുന്ന ബ്രഹ്മജ്ഞാനി പുണ്യത്തെയും കീർത്തിയെയും പ്രാപിക്കുന്നു. സുരഭിലമായ ഗന്ധങ്ങളെ പ്രാപിക്കുന്ന ആ വ്യക്തി പാപമുക്തനായി അനന്തമായ ഐശ്വര്യത്തെ നേടുന്നു.
ഗായത്രി ഉപനിഷത്ത് സമാപ്തം.